സംസ്ഥാനത്തെ വാഹനാപകടങ്ങൾ തുടർക്കഥയായ സാഹചര്യത്തിൽ പ്രത്യേക കർമ്മ പദ്ധതിയുമായി പോലീസ്. ADGP മനോജ് എബ്രഹാം പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ യോഗം വിളിച്ചിട്ടുണ്ട്. ഇന്നുച്ചയ്ക്ക് ഓൺലൈനായി ചേരുന്ന യോഗത്തിൽ ഗതാഗത കമ്മീഷണർ CH നാഗരാജുവും പങ്കെടുക്കും. മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റുമായി ചേർന്ന് സംയുക്ത വാഹന പരിശോധന ഉൾപ്പെടെ പോലീസ് ആലോചിക്കുന്നുണ്ട്. റോഡിലുള്ള അപകടത്തിന് പുറമെ ഈ പരിശോധന ഒരു പാരയായി തീരരുത്. റിനു സീതൻ നമുക്കൊപ്പം ചേരുന്നുണ്ട്. റിനു, പരിശോധനയൊക്കെ നല്ലതാണ്. റോഡ് അപകടങ്ങളുടെ ദുരന്തം ഒരു വഴിക്ക് നിൽക്കുന്നു. അതിൽ പരിശോധന കൊണ്ട് എത്രമാത്രം കുറയ്ക്കാൻ കഴിയുന്നു നല്ലത് തന്നെ. പക്ഷേ അടിസ്ഥാനമായിട്ടുള്ള പ്രശ്നം റോഡിൻ്റെ അശാസ്ത്രീയമായിട്ടുള്ള നിർമ്മാണമാണ്. പിന്നെ ഈ രാത്രിയിലൊക്കെ ഡ്രൈവർമാർ ലോങ് ഡ്രൈവ് പോകുമ്പോൾ ഉറങ്ങിപ്പോകുന്നതാണ്. അപ്പോൾ ഇതിനൊക്കെ ഒരു മാറ്റം ഉണ്ടാവണം. അവർക്ക് വഴിയോര വിശ്രമ കേന്ദ്രങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവണം. അവർക്കൊന്ന് വാഹനം ഇട്ട് ഒന്ന് വിശ്രമിക്കാനും ഒരു ചൂട് കട്ടനൊക്കെ കൊടുക്കാനും ഒക്കെയുള്ള സംവിധാനങ്ങൾ ഉണ്ടാവണം. പല വിദേശ രാജ്യങ്ങളിലും നമ്മൾ കണ്ടിട്ടുണ്ട് ഇത്തരം റെസ്റ്റോ കഫേകൾ ധാരാളമുണ്ട്. സർക്കാരിൻ്റെയൊക്കെ നേതൃത്വത്തിൽ അവ പ്രവർത്തിക്കാവുന്നതേ ഉള്ളൂ. ഇന്നിപ്പോൾ ഈ അടിയന്തര യോഗത്തിൽ ഈ റോഡ് അപകടങ്ങൾ കുറയ്ക്കാനുള്ള ഈ പരിശോധനകൾ മാത്രമാണോ ചർച്ച ചെയ്യുക? റിനു സീത, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് അരുൺകുമാർ. എന്തായാലും അടുത്തിടെ വലിയ രീതിയിലുള്ള റോഡ് അപകടങ്ങൾ നിലവിൽ ഉണ്ട് എന്നുള്ളത് തന്നെയാണ് സംസ്ഥാന പോലീസിൻ്റെയും അതുപോലെ തന്നെ ഗതാഗത വകുപ്പിൻ്റെയും വിലയിരുത്തൽ. തുടർന്നാണ് പോലീസിൻ്റെ സഹായം അഭ്യർത്ഥിച്ച ഗതാഗത കമ്മീഷണർ നാഗരാജു പോലീസിന്, അതായത് DGPക്ക് കത്ത് നൽകുന്നത്. അതായത് ഈ പരിശോധനയുമായി ബന്ധപ്പെട്ട MVDക്ക് അല്ലെങ്കിൽ മോട്ടോർ വാഹന വകുപ്പിന് ചില പരിമിതികളുണ്ട്, ആൾബലത്തിൽ കുറവുണ്ട്. അതുകൊണ്ട് തന്നെ പോലീസിൻ്റെ സഹായം അഭ്യർത്ഥിച്ച കത്ത് നൽകുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. തുടർന്നാണ് ADGPയുടെ നേതൃത്വത്തിൽ ഇന്നിപ്പോൾ ഒരു ഉന്നതതല യോഗം വിളിക്കുവാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നത്. മോട്ടോർ വാഹന വകുപ്പ് ഉൾപ്പെടെയുള്ളവർ, ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ളവർ പങ്കെടുക്കുമെന്നുള്ളതാണ്. ഉച്ചയ്ക്ക് 1 മണിയോടുകൂടി ഓൺലൈനായി യോഗം ചേരുമെന്നുള്ളതാണ്. അരുൺകുമാർ സൂചിപ്പിച്ചതുപോലെ തന്നെ പരിശോധനയ്ക്കപ്പുറം ഒരു വിലയിരുത്തലുണ്ട് ഇപ്പോൾ. കാരണം കഴിഞ്ഞ കാലങ്ങളിലൊക്കെ തന്നെ അതിശക്തമായിട്ടുള്ളൊരു പരിശോധന പോലീസിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. പക്ഷേ ഈ AI ക്യാമറകളൊക്കെ വന്നതിന് ശേഷം പോലീസ് റോഡിൽ ഇറങ്ങി നിന്നുള്ള ഒരു പരിശോധന മാറിയിരുന്നു. അത് മാറ്റി നിർത്തപ്പെട്ടിരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും ഒരു കാക്കി കാണുമ്പോൾ അല്പമൊന്ന് നമ്മൾ സംയമനം പാലിക്കുന്ന രീതി അത് ശരിയാണ്. അതുകൊണ്ട് തന്നെ റോഡിലേക്ക് ഇറങ്ങി നിന്നുള്ള പരിശോധനകൾ വീണ്ടും ആരംഭിക്കുമോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായി ഉറ്റുനോക്കുന്നത്. ഒപ്പം അരുൺകുമാർ സൂചിപ്പിച്ചതുപോലെ തന്നെ രാത്രികാലങ്ങളിലെ യാത്രയിൽ ജനമൈത്രി പോലീസ് ഉൾപ്പെടെ ഉണർന്നുകൊണ്ട് അവർക്ക് കട്ടൻ കാപ്പിയും ബിസ്ക്കറ്റും ഒക്കെ കൊടുത്ത് സൗഹൃദം പങ്കിട്ട് അവർക്ക് അല്പം വിശ്രമ കേന്ദ്രങ്ങൾ ഒരുക്കുന്ന ഒരു സാഹചര്യം കഴിഞ്ഞ കാലങ്ങളിലൊക്കെ തന്നെ ഉണ്ടായിരുന്നു. പക്ഷേ അത്തരം ഇടപെടലുകളൊക്കെ തന്നെ പോലീസിൽ നിന്ന് അന്യം നിന്നു പോയ ഒരു സാഹചര്യമുണ്ട്. ഈ AI ക്യാമറകളൊക്കെ വന്നതിന് ശേഷം ഈ പെറ്റിയടിക്കൽ മാത്രമല്ല, ഒപ്പം ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങി നിന്ന് അവർക്ക് വേണ്ടുന്ന സഹായങ്ങൾ ചെയ്യുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അത്തരം രീതികൾ കൂടി അവലംബിക്കാമെന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് സംസ്ഥാന പോലീസും അതുപോലെ തന്നെ ഗതാഗത വകുപ്പും പോകുന്നുണ്ട്. അത്തരം കാര്യങ്ങളും, അതായത് ഈ വാഹനാപകടങ്ങൾ ഏതു തരത്തിൽ കുറയ്ക്കാം, നിയന്ത്രിക്കാം എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനമായി ചർച്ച ചെയ്യുന്നത്. ഇന്നിപ്പോൾ ADGP മനോജ് എബ്രഹാമിൻ്റെ നേതൃത്വത്തിൽ യോഗം ചേരുന്നതിനൊപ്പം നാളെ ഗതാഗത വകുപ്പ് മന്ത്രിയുടെ നേതൃത്വത്തിലും ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ, അതുപോലെ തന്നെ പൊതുമരാമത്ത് ഉദ്യോഗസ്ഥർ, ഗതാഗത വകുപ്പ് കമ്മീഷണർ, ഗതാഗത വകുപ്പ് ഉന്നത ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ളവർ പങ്കെടുത്തുകൊണ്ട് യോഗം ചേരാനും നിലവിൽ തീരുമാനിച്ചിട്ടുണ്ട്. എന്തായാലും ഈ പൊതുനിരത്തുകളിൽ ജീവൻ പൊലിയാതിരിക്കുവാനുള്ള ഒരു ഇടപെടൽ പോലീസിൻ്റെയും ഗതാഗത വകുപ്പിൻ്റെയും ഭാഗത്ത് നിന്ന് ഉണ്ടാകുമെന്നുള്ളത് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഓക്കെ, താങ്ക് യു. റിനു സീതനാണ് വിവരങ്ങൾ നൽകിയത്. പോലീസും മോട്ടോർ വാഹന വകുപ്പും സംയുക്തമായി ചേർന്നാണ് പരിശോധനകൾ നടത്തുക. പരിശോധനകൾ കൊണ്ട് മാത്രം കാര്യമില്ല, പക്ഷേ എങ്കിലും പരിശോധന ഇല്ലാതിരിക്കുന്നതിലും നല്ലതാണ് പരിശോധനകൾ ഉള്ളത് എന്ന കാര്യത്തിൽ സംശയമില്ല. മാത്രവുമല്ല, ഇടയ്ക്കിടയ്ക്ക് ഈ ലോങ് ഡ്രൈവ് ഒക്കെ വരുന്ന ആൾക്കാരെ ഒന്ന് നിർത്തി ഒരു ചായയൊക്കെ കൊടുക്കാനുള്ള സംവിധാനം ഉണ്ടാവണം. അങ്ങനെ നമുക്ക് പരമാവധി അപകടങ്ങൾ കുറയ്ക്കുക എന്നുള്ളതാണ്. മാത്രമല്ല, ഒരുപാട് ബ്ലൈൻഡ് സ്പോട്ടുകളുണ്ട് നമ്മുടെ കേരളത്തിലെ ദേശീയപാതകളിൽ. ആ ബ്ലൈൻഡ് സ്പോട്ടുകൾ കൃത്യമായി തിരിച്ചറിഞ്ഞ് അവിടെയൊക്കെ ഈ പ്രത്യേകിച്ച് പരിശോധനയ്ക്ക് വേണ്ടിയിട്ട് നിർത്തുക. പോലീസിനെ കാണുമ്പോൾ ഒന്ന് ഉറക്കമൊക്കെ ഒന്ന് പോകുമല്ലോ, കുറച്ച് നേരം അവരുമായിട്ടൊക്കെ ഒന്ന് സംസാരിക്കുക, ഇടയ്ക്കൊരു കാപ്പിയൊക്കെ കൊടുക്കുക, അതിനുശേഷം യാത്ര തുടരുക എന്നുള്ളതാണ്. പ്രത്യേകിച്ച് ലോങ് ഡ്രൈവ് പോകുന്ന പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നിങ്ങൾ ഒരു കാരണവശാലും കണ്ണിലിങ്ങനെ ഉറക്കം വന്നിങ്ങനെ കൺപോള ഇങ്ങനെ അടയുന്നൊരു മൊമെൻ്റ് ഉണ്ട്. ആ മൊമെൻ്റ് വരെ നിങ്ങൾ കാത്തിരിക്കരുത്. പലപ്പോഴും നമ്മൾ വിചാരിക്കും, ഇതിങ്ങനെ പിടിച്ചാൽ കുറച്ച് ദൂരം കൂടി മുന്നോട്ട് പോകാമെന്ന്. പക്ഷേ നമ്മൾ മുന്നോട്ട് പോവില്ല, നമ്മൾ എന്നേക്കുമായി പോകും. അതാണ് പ്രശ്നം. അപ്പോൾ അതുകൊണ്ട് ഉറക്കം വരുന്ന സമയത്ത് വാഹനം സൈഡിലോട്ട് മാറ്റിയിടുക. കുറച്ച് നേരം, ഒരു 15-20 മിനിറ്റ് സുഖമായിട്ട് ഒന്ന് ഉറങ്ങുക. അതിനുശേഷം മാത്രമേ നിങ്ങൾ മുഖമൊക്കെ കഴുകി ഒരു കട്ടൻ കാപ്പിയോ കട്ടൻ ചായയോ കുടിച്ച് യാത്ര തുടരുക. അതല്ലാതെ നിങ്ങൾ വിചാരിക്കുന്നത് പോലെ ഉറക്കം നിങ്ങൾക്ക് നിയന്ത്രിക്കാൻ കഴിയില്ല, പ്രത്യേകിച്ച് വാഹനം ഡ്രൈവ് ചെയ്യുന്ന സമയത്ത്. അത് പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കണം. എല്ലാ യാത്രക്കാരും ജീവനും വിലപ്പെട്ടതാണ്. നിങ്ങളെ ഒരുപാട് പേര് കാത്തിരിക്കുന്നുണ്ട് വീടുകളിൽ. അപ്പോൾ വീടുകളിൽ തിരിച്ചു വരണ്ടേ?